മണിപ്പൂരിൽ സമാധാനം പുലർന്നേ മതിയാകൂവെന്ന് വ്യക്തമാക്കി മാർത്തോമാ മെത്രാപ്പോലിത്ത രംഗത്ത്. വിഭാഗീയതകളെ അതിജീവിക്കുന്ന ഒരുമയാണ് ആവശ്യമെന്നും ബലഹീനരെയും അംഗബലം കുറഞ്ഞവരെയും കരുതുന്ന ഒരു സംസ്കാരമാണ് ജനാധിപത്യത്തിന്റെ കാതലെന്നും മാർത്തോമാ മെത്രാപ്പോലിത്ത എടുത്തുകാട്ടി. മണിപ്പൂരിൽ മെയ് മാസം 3-ന് ആരംഭിച്ച കലാപം ഇനിയും ശമിച്ചിട്ടില്ല. അനേകർ മുറിവേറ്റവരായി, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, അനേകായിരങ്ങൾ ഭവനരഹിതരായി, പതിനായിരങ്ങൾ സ്വന്തം മണ്ണിൽ നിലനിൽപ്പിനായി നിലവിളിക്കുന്ന കാഴ്ച ഹൃദയഭേദകമാണ്. അവരുടെ മനസ്സിനേറ്റ മുറിവുകൾ ഉണങ്ങാൻ ഇനിയും എത്രയോ നാളുകളെടുക്കുമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത ഓർമ്മിച്ചു. കുക്കി മെയ്തേ വംശീയ സംഘർഷം എന്ന രീതിയിൽ നാം മനസ്സിലാക്കിയിരിക്കുന്ന സംഭവങ്ങൾക്ക് മതബോധ്യങ്ങളുടെ പിൻബലമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില വാർത്തകളും പുറത്തുവന്നു. ജീവനാണ് വലുത്. വിഭാഗീയതകളെ അതിജീവിക്കുന്ന ഒരുമയാണ് ആവശ്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും പരിരക്ഷണം നൽകേണ്ട ബാധ്യത തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ സർക്കാരുകൾക്കുമുണ്ടെന്നും ബലഹീനരെയും അംഗബലം കുറഞ്ഞവരെയും കരുതുന്ന ഒരു സംസ്കാരമാണ് ജനാധിപത്യത്തിന്റെ കാതലെന്നും മാർത്തോമാ മെത്രാപ്പോലിത്ത വിശദമാക്കി. മണിപ്പൂരിൽ മെയ്തേയും കുക്കികളുമല്ല മരിച്ചു വീഴുന്നത്, മറിച്ച് മനുഷ്യരാണ്. അതുകൊണ്ട് മണിപ്പൂരിൽ സമാധാനം പുലർന്നേ മതിയാകൂ. സമാധാന പ്രക്രിയകളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും ഏവരും പങ്കുചേരണം. വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും പുനരുദ്ധാരണം ഉൾപ്പെടെയുള്ള ദീർഘകാല പ്രവർത്തനങ്ങൾ കൂടി മുൻപിൽ കണ്ടുവേണം പ്രവർത്തിക്കേണ്ടത്. അതിനായി ഏവരും കൈകോർത്ത് സമാധാന യജ്ഞങ്ങൾക്കായി പരിശ്രമിക്കണമെന്നും മാർത്തോമാ മെത്രാപ്പോലിത്ത അഭ്യർത്ഥിച്ചു. ഷിഗ്യാന ന്യൂസ്, പത്തനംതിട്ട.